Hi students, welcome back to Success Academy Kochi. എൻ്റെ പേര് ആശിഷ് മാത്യു. അപ്പോൾ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ഫെബ്രുവരി ബാങ്കിങ് കറണ്ട് അഫയേഴ്സ് ആണ് നോക്കാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ ഇതിനു മുമ്പ് നമ്മൾ യൂണിയൻ ബഡ്ജറ്റിൻ്റെ ഒരു വീഡിയോ റിലീസ് ചെയ്തായിരുന്നു സക്സസ് അക്കാഡമിയുടെ യൂട്യൂബ് ചാനൽ. ഓക്കെ, അപ്പോൾ അതിൻ്റെ എൻഡിൽ ഞാൻ 2 ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഓക്കെ, ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു എക്കണോമിക് സർവേ ആരാണ് റിലീസ് ചെയ്തത്. ഓക്കെ, അപ്പോൾ റിലീസ് ചെയ്ത ആളുടെ പേരെന്താണ്? കൃഷ്ണമൂർത്തി. ഓക്കെ, കൃഷ്ണമൂർത്തി സുബ്രഹ്മണ്യൻ. ഓക്കെ, ഇദ്ദേഹം ആരാണ്? ചീഫ് എക്കണോമിക് അഡ്വൈസർ ഓഫ് ഇന്ത്യ അല്ലേ? ചീഫ് എക്കണോമിക് അഡ്വൈസർ ഓഫ് ഇന്ത്യ. ഓക്കെ, ഇദ്ദേഹമാണ് ഈ വർഷത്തെ എക്കണോമിക് സർവേ 2020-21 റിലീസ് ചെയ്തത്. ഓക്കെ, അപ്പോൾ സെക്കൻഡ് ക്വസ്റ്റ്യൻ ഇതായിരുന്നു, ഇന്ത്യൻ എക്കോണമി മാർച്ച് 2021 എത്ര പെർസെൻറ്റേജ് ആവുമെന്നാണ്, അല്ല എത്ര കോൺട്രാക്ട് ചെയ്യുമെന്നാണ് പറഞ്ഞിരുന്നത് അല്ലേ എക്കണോമിക് സർവേയിൽ. അപ്പോൾ അതിനകത്ത് പറഞ്ഞ എത്രയാണെന്ന് വെച്ചാൽ 7.7% ഇന്ത്യയുടെ എക്കോണമി കോൺട്രാക്റ്റ് ചെയ്യുമെന്നാണ് പറഞ്ഞത്. ഓക്കെ, അപ്പോൾ ഈ രണ്ട് ക്വസ്റ്റ്യൻസാണ് നമ്മൾ എക്കണോമിക് ബഡ്ജറ്റ് കഴിഞ്ഞ വീഡിയോയിൽ ചോദിച്ചത്. അപ്പോൾ ആൻസേഴ്സ് എല്ലാവരും ഒന്ന് കമ്പയർ ചെയ്ത് നോക്കിയേക്കാം. ഓക്കെ, ഇനി നമുക്ക് ഫെബ്രുവരിയിലെ ഇമ്പോർട്ടൻറ്റ് ബാങ്കിങ് കറണ്ട് അഫയേഴ്സ് നോക്കാം. ഓക്കെ, നമ്മുടെ ഫസ്റ്റ് പോയിന്റിനാണ് ഫെഡറൽ ബാങ്ക്. ഓക്കെ, ഫെഡറൽ ബാങ്ക് ഹാസ് അനൗൺസ് ദ ലോഞ്ച് ഓഫ് ഫെഡ് ഫസ്റ്റ്. ഓക്കെ, ഇവരുടെ ഒരു സ്കീമാണ് ഫെഡ് ഫസ്റ്റ്. ഓക്കെ, അപ്പം എ സ്പെഷ്യൽ സേവിങ് അക്കൗണ്ട് സ്കീം ഫോർ ചിൽഡ്രൻ ബിലോ 18 years ഓഫ് ഏജ്. ഓക്കെ, അപ്പം 18 years ഓഫ് ഏജിൻ്റെ താഴെയുള്ള സ്റ്റുഡൻസിന് വേണ്ടിയാണ്, അല്ലെങ്കിൽ ചിൽഡ്രന് വേണ്ടിയാണ് ഫെഡ് ഫസ്റ്റ് എന്ന് പറഞ്ഞ ഒരു സ്കീം അല്ലെ, സേവിങ് അക്കൗണ്ട് സ്കീം ഫെഡറൽ ബാങ്ക് കൊണ്ടുവന്നത്. ഓക്കെ, അപ്പോൾ ഇത് വെച്ച് എന്താണെന്ന് വെച്ചാൽ ചിൽഡ്രൻ അല്ലേ ബിലോ ദി ഏജ് ഓഫ് 18 അവർക്ക് മണി സ്റ്റോർ ചെയ്യാൻ പറ്റാനും ഒക്കെ അതിനെപ്പറ്റിയുള്ള ഒരു ടീച്ചിങ് കൊടുക്കാനാണ് ഇങ്ങനെയൊരു സ്കീം ഫെഡറൽ ബാങ്ക് കൊണ്ടുവന്നത്. ഓക്കെ, അപ്പോൾ അത് ഇമ്പോർട്ടൻ്റ് ആണ്, ചോദിക്കാൻ സാധ്യതയുണ്ട്. ഓക്കെ, അടുത്തത് എന്താണ്? എക്സിം ബാങ്ക് അല്ലേ, നമുക്കറിയാം ഇമ്പോർട്ട് എക്സ്പോർട്ട് ബാങ്ക് ആണ് അല്ലേ. ഓക്കെ, വിൽ പ്രൊവൈഡ് $400 million ടു മാൽദീവ്സ് ത്രൂ ലൈൻ ഓഫ് ക്രെഡിറ്റ് അല്ലേ. അപ്പോൾ ലൈൻ ഓഫ് ക്രെഡിറ്റ് എന്നാ ഉദ്ദേശിക്കുന്നത് പറഞ്ഞു കഴിയുമ്പം ഈ 400 million ഒരിക്കലും മാൽദീവ്സിന് എക്സിം ബാങ്ക് ടോട്ടൽ നേരെ കൊടുക്കത്തില്ല, ഓരോ ഇൻസ്റ്റാൾമെൻ്റ് ആയിട്ടായിരിക്കും അല്ലേ. ചിലപ്പോൾ ആദ്യമേ 100 million ആയിരിക്കും. ഓക്കെ, ചിലപ്പോൾ 200, അങ്ങനെ ഒരുമിച്ച് കൊടുക്കത്തില്ല. ഓരോ ചിലപ്പോൾ 6 മാസം കഴിഞ്ഞായിരിക്കും 100 million കൊടുക്കുന്നത്, അങ്ങനെ. ഓക്കെ, ഒരുമിച്ച് കൊടുക്കത്തില്ല, അതാണ് ലൈൻ ഓഫ് ക്രെഡിറ്റ് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അടുത്ത് നമുക്ക് നോക്കാം. ദ ലൈസൻസ് ഓഫ് മഹാരാഷ്ട്ര ബേസ്ഡ് ശിവം സഹകാരി ബാങ്ക് ഓക്കെ ഹാസ് ബീൻ ക്യാൻസൽഡ് ആസ് ഇറ്റ് ഡസ് നോട്ട് ഹാവ് ദ ആഡ്വക്കേറ്റ് ക്യാപിറ്റൽ. ഓക്കെ, അപ്പം മഹാരാഷ്ട്ര ബേസ് ചെയ്തൊരു ബാങ്ക് അല്ലേ, ഏതാണ്? ശിവം സർക്കാരി ബാങ്ക്. ഓക്കെ, അപ്പോൾ അതിൻ്റെ ലൈസൻസ് RBI ക്യാൻസൽ ചെയ്തേക്കുവാണ്, കാരണം അവരുടെ അഡ്വക്കേറ്റ് മണി ഇല്ല. ഓക്കെ, അപ്പോൾ അതുകൊണ്ടാണ് അവരുടെ ലൈസൻസ് RBI ക്യാൻസൽ ചെയ്തത്. ഓക്കെ, അടുത്ത് നമുക്ക് നോക്കുവാണെങ്കിൽ അടുത്ത എന്താണ്? S&P ഗ്ലോബൽ റേറ്റിംഗ്സ് അല്ലേ. നമ്മൾ എല്ലാ മാസവും ഇതിൻ്റെ ഗ്ലോബൽ റേറ്റിംഗ്സിനെ നോക്കാറുണ്ട് അല്ലേ. അപ്പോൾ ഇവർ പ്രോജക്റ്റ് ചെയ്തേക്കുന്ന ഇന്ത്യയുടെ GDP ഗ്രോത്ത് എത്രയാണ്? 10% ഇൻ ഫിനാൻഷ്യൽ ഇയർ 2021-22. ഓക്കെ, അപ്പോൾ 10% ആണ് S&P ഗ്ലോബൽ റേറ്റിംഗ്സ് ഇന്ത്യയുടെ GDP 2021-22 പ്രഡിക്റ്റ് ചെയ്തേക്കുന്നത്. ഓക്കെ, ഇനി നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യനിലോട്ട് അടുത്ത പോയിന്റിലോട്ട് മൂവ് ചെയ്യുവാണെങ്കിൽ എന്താണ്? മോദി അല്ലേ. മോഡി ഇതൊരു റേറ്റിംഗ് ഏജൻസിയാണ് അല്ലേ, US ബേസ്ഡ് ആയിട്ടുള്ള. ഓക്കെ, അപ്പോൾ ഇവരെത്രയാണ്? ഇന്ത്യയുടെ എക്കോണമി ദേ ഹാവ് റിവൈസ്ഡ് ദ എക്കോണമി ടു കോൺട്രാക്ട് ബൈ 7% ഇൻ ഫിനാൻഷ്യൽ ഇയർ 21. ഓക്കെ, ഫിനാൻഷ്യൽ ഇയർ 21 എത്രയാണ്? മോഡി എന്ന് പറഞ്ഞ ഇൻവെസ്റ്റിംഗ് അല്ലേ, ആ ഗ്രൂപ്പ് എത്രയാണ് ചെയ്തേക്കുന്നത്? ഇന്ത്യയുടെ എക്കോണമി വിൽ കോൺട്രാക്ട് ബൈ 7% എന്നാണ് പറഞ്ഞേക്കുന്നത്. ഓക്കെ, അപ്പോൾ അതും ഇമ്പോർട്ടൻറ്റ് പോയിൻ്റാണ്. ഈ റേറ്റിംഗ്സ് ഒക്കെ നമ്മളോട് ചോദിക്കാറുണ്ട്. ഓക്കെ, അടുത്ത എന്താണ്? ദ NDB അല്ലേ, നാഷണൽ ഡെവലപ്മെൻറ്റ് അല്ല, ന്യൂ ഡെവലപ്മെൻറ്റ് ബാങ്ക്. സോറി, നാഷണൽ ഡെവലപ്മെൻറ്റ് അല്ല, ന്യൂ ഡെവലപ്മെൻറ്റ് ബാങ്കാണ്. ഓക്കെ, ദേ ഹാവ് കമ്മിറ്റഡ് ടു ഇൻവെസ്റ്റ് $100 million. ഓക്കെ, എവിടെയാണ് ഇൻവെസ്റ്റ് ചെയ്യുന്നത്? ടു ദ നാഷണൽ ഇൻവെസ്റ്റ്മെൻറ്റ് ആൻഡ് ഇൻഫ്രാസ്ട്രക്ചർ ഫണ്ട് ലിമിറ്റഡ് അല്ലേ, NIIF. ഓക്കെ, അപ്പം ആരാണ്? ന്യൂ ഡെവലപ്മെൻറ്റ് ബാങ്ക് 100 million ആണ് എവിടെയാണ് ഇൻവെസ്റ്റ് ചെയ്യാൻ പോകുന്നത്? നാഷണൽ ഇൻവെസ്റ്റ്മെൻറ്റ് ആൻഡ്
ഇൻഫ്രാസ്ട്രക്ചർ ഫണ്ട് ലിമിറ്റഡിലാണ് അവർ ഇൻവെസ്റ്റ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ ഇങ്ങനെ ഈ ക്വസ്റ്റ്യൻസ് നമ്മളോട് എക്സാമിൽ ഇടയ്ക്കിടയ്ക്ക് ചോദിക്കാറുണ്ട്. അതും കൂടി ഒന്ന് നിങ്ങൾ നോട്ട് ചെയ്ത് വെച്ചേക്കുക. ഓക്കെ, അടുത്ത പോയിന്റ് നമുക്ക് നോക്കാം. ഫ്ലിപ്കാർട്ട് ഹാസ് പാർട്ട്നേർഡ് വിത്ത് ICICI ലോംബാർഡ്, ഓക്കെ, ടു ഓഫർ ഇറ്റ്സ് കസ്റ്റമേഴ്സ് ദ ഗ്രൂപ്പ് സേഫ് ഗാർഡ് ഇൻഷുറൻസ്. ഓക്കെ, അപ്പോൾ ഫ്ലിപ്കാർട്ടും ICICI ലോംബാർഡും കൂടി ഒരു പാർട്ട്ണർഷിപ്പിൽ ചേർന്നേക്കുവാണ് ടു ഓഫർ ഗ്രൂപ്പ് സേഫ് ഗാർഡ് ഇൻഷുറൻസ്. ഓക്കെ, അപ്പോൾ അതും ചോദിക്കാറുണ്ട്. അടുത്ത പോയിന്റ് ഏതാണ്? ഫോർഡ് മോട്ടോഴ്സ്. ഓക്കെ, ഫോർഡ് മോട്ടോഴ്സ് കമ്പനി ഹാസ് പാർട്ട്നേർഡ് വിത്ത് ആൽഫബറ്റ് ഇൻസ് ഗ്ലോബൽ, ഓക്കെ, ഇൻസ് ഗൂഗിൾ ടു കോപ്പറേറ്റ് ഇൻ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ആൻഡ് ക്ലൗഡ് കമ്പ്യൂട്ടിംഗ്. ഓക്കെ, അപ്പോൾ ആരൊക്കെയാണ്? ആൽഫബറ്റ് ഏതാണ്? ഗൂഗിളുടെയും അതുപോലെ തന്നെ ഫോർഡ് ഇന്ത്യ കമ്പനി രണ്ടും കൂടി പാർട്ട്ണർഷിപ്പിൽ വന്നേക്കുവാണ് ടു കോപ്പറേറ്റ് ഇൻ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ഇൻ ക്ലൗഡ് കമ്പ്യൂട്ടിംഗ്. അല്ലേ, നമുക്കറിയാം ഇപ്പോഴത്തെ കാലത്ത് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസും ക്ലൗഡ് കമ്പ്യൂട്ടിംഗ് ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ അതുകൊണ്ടാണ് ഈ രണ്ട് കമ്പനീസും ഒരുമിച്ച് പാർട്ട്ണർഷിപ്പിൽ ചേർന്നിരിക്കുന്നത്. ഓക്കെ, അടുത്ത പോയിന്റിലോട്ട് നമ്മൾ പോവുകയാണെങ്കിൽ ഫോൺപേ. ഓക്കെ, ഫോൺപേ ഹാസ് പാർട്ട്നേർഡ് വിത്ത് ആക്സിസ് ബാങ്ക് ഓൺ UPI മൾട്ടി ബാങ്ക് മോഡൽ. ഓക്കെ, അപ്പോൾ ഫോൺപേയും ആക്സിസ് ബാങ്കും കൂടി പാർട്ട്ണർഷിപ്പിൽ വന്നേക്കുവാണ് ഫോർ UPI മൾട്ടി ബാങ്ക് മോഡൽ. ഓക്കെ, അപ്പോൾ അതും ഇമ്പോർട്ടൻ്റ് ആണ്, കാരണം ബാങ്ക് റിലേറ്റഡ് ഏത് എക്സാമിനും ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ചോദിക്കാറുണ്ട്. ഓക്കെ, അടുത്ത പോയിന്റിലോട്ട് നമ്മൾ പോവുകയാണെങ്കിൽ, ഓക്കെ, അടുത്ത പോയിന്റ് എന്താണ്? ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആൻഡ് ഗവൺമെൻറ് ഓഫ് നാഗാലാൻഡ് ആൻഡ് വേൾഡ് ബാങ്ക്. ഓക്കെ, ഈ മൂന്ന് ഗവൺമെൻറ്റ്സും കൂടി അല്ലേ, നമ്മുടെ ഗവൺമെൻറ് ഓഫ് ഇന്ത്യ, ഗവൺമെൻറ് ഓഫ് നാഗാലാൻഡ് അതുപോലെ തന്നെ വേൾഡ് ബാങ്ക് ഹാവ് സൈൻഡ് $68 million agreement for Nagaland enhancing classroom ടീച്ചിങ് ആൻഡ് റിസോഴ്സ് പ്രോജക്റ്റ്. ഓക്കെ, അപ്പോൾ നാഗാലാൻഡിലെ എഡ്യൂക്കേഷനും അതുപോലെ തന്നെ എൻഹാൻസിങ് ക്ലാസ് റൂം ടീച്ചിങ് ആൻഡ് റിസോഴ്സ് പ്രോജക്റ്റിന് വേണ്ടി ഗവൺമെൻറ് ഓഫ് ഇന്ത്യ, ഗവൺമെൻറ് ഓഫ് നാഗാലാൻഡ് അതുപോലെ തന്നെ വേൾഡ് ബാങ്കോട് ഒരു അഗ്രിമെൻറ്റ് സൈൻ ചെയ്തേക്കുവാണ്. എത്രയാണ്? 68 million ആണ് ആ അഗ്രിമെൻറ്റ് സൈൻ ചെയ്തേക്കുന്നത്. ഓക്കെ, അടുത്ത പോയിന്റാണ് ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആൻഡ് ഏഷ്യൻ ഇൻഫ്രാസ്ട്രക്ചർ ആൻഡ് ഇൻവെസ്റ്റ്മെൻറ്റ് ബാങ്ക്, അല്ലേ, AIIB. ഓക്കെ, ഇവരുടെ ഹെഡ് ക്വാർട്ടേഴ്സ് എവിടെയാണ്? ബീജിംഗ്, ചൈനയിലാണ്. ഓക്കെ, ഇവരും ഒരു അഗ്രിമെൻറ്റ് സൈൻ ചെയ്തിട്ടുണ്ട്. എത്ര മില്യൺ ആണ്? 4,304 million അഗ്രിമെൻറ്റ് ഫോർ ആസാം ഇൻഡർസ്റ്റേറ്റ് ട്രാൻസ്മിഷൻ സിസ്റ്റം എൻഹാൻസ്മെൻറ്റ് പ്രോജക്റ്റ്. ഓക്കെ, ആസാമിൻ്റെ എന്തുവാണ്? ഇൻഡർസ്റ്റേറ്റ് ട്രാൻസ്മിഷൻ സിസ്റ്റം എൻഹാൻസ്മെൻറ്റ് പ്രോജക്റ്റ്, അല്ലേ, പവർ റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയാണ് ഗവൺമെൻറ് ഓഫ് ഇന്ത്യ അതുപോലെ തന്നെ ഏഷ്യൻ ഇൻവെസ്റ്റ്മെൻറ്റ് ആൻഡ് ഇൻഫ്രാസ്ട്രക്ചർ ബാങ്ക്, ഓക്കെ, അവർ 4,304 million അഗ്രിമെൻറ്റ് സൈൻ ചെയ്തേക്കുന്നത്. ഓക്കെ, അപ്പോൾ അതും ഒരു ഇമ്പോർട്ടൻറ്റ് പോയിൻ്റാണ്. ലാസ്റ്റ് പോയിൻ്റ് എന്നാണ് AU സ്മോൾ ഫിനാൻസ് ബാങ്ക്. ഓക്കെ, ഹാസ് നെയിംഡ് ശരത് ഘോൽനി ആസ് പ്രസിഡൻറ്റ് ആൻഡ് CTO. ഓക്കെ, അപ്പോൾ AU സ്മോൾ ഫിനാൻസ് ബാങ്കിൻ്റെ പുതിയ പ്രസിഡൻ്റ് ആരാണ്? ശരത് ഘോൽനിയാണ്. ഓക്കെ, അപ്പോൾ ഇദ്ദേഹം നേരത്തെ ഏത് സ്മോൾ ഫിനാൻസ് ബാങ്കിൻ്റെ പ്രസിഡൻ്റ് ആയിരുന്നു? ഇക്വിറ്റിസ്, അല്ലേ, നമുക്കറിയാം ഇക്വിറ്റിസ് സ്മോൾ ഫിനാൻസ് ബാങ്കിൻ്റെ, ഓക്കെ, ഇക്വിറ്റിസ് സ്മോൾ ഫിനാൻസ് ബാങ്കിൻ്റെ പ്രസിഡൻ്റ് ആയിരുന്നു നേരത്തെ. ഓക്കെ, ഇപ്പോൾ ഏതിൻ്റെയാണ്? AU സ്മോൾ ഫിനാൻസ് ബാങ്കിൻ്റെ പ്രസിഡൻ്റാണ്. ഓക്കെ, അപ്പോൾ ഇതും ചോദിക്കാം, ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, ഇനി നമുക്ക് നമ്മൾ പഠിച്ചതിൽ സ്റ്റാറ്റിക് പാർട്ടിൽ ഉള്ള ഇമ്പോർട്ടൻറ്റ് പോയിൻറ്റ്സ് നോക്കാം. ഓക്കെ, ഫസ്റ്റ് പോയിന്റിനാണ് ഫെഡറൽ ബാങ്കിൻ്റെ MD. ഓക്കെ, ഫെഡറൽ ബാങ്ക് നമ്മൾ ഫെഡ് ഫസ്റ്റ് സ്കീം പഠിച്ചായിരുന്നു. അപ്പോൾ ഇതിന്ന് സ്റ്റാറ്റിക് പാർട്ട് ചോദിക്കാൻ സാധ്യതയുണ്ട്. ഓക്കെ, അപ്പോൾ ഫെഡറൽ ബാങ്കിൻ്റെ MD ആരാണ്? ശ്യാം ശ്രീനിവാസനാണ്. ഓക്കെ, നമുക്കറിയാമല്ലോ ഹെഡ് ക്വാർട്ടേഴ്സ് എവിടെയാണ്? ആലുവ, കേരളയിലാണ് ഹെഡ് ക്വാർട്ടേഴ്സ് ഫെഡറൽ ബാങ്കിൻ്റെ. ഓക്കെ, NDB, അല്ലേ, ന്യൂ ഡെവലപ്മെൻറ്റ് ബാങ്ക് എവിടെയാണ്? ആരാണ് പ്രസിഡൻറ്റ്? മാർക്കോസ് പഡ്രോ ട്രോജോ. ഓക്കെ, അദ്ദേഹമാണ് പ്രസിഡൻറ്റ് ഓഫ് NDB. ഓക്കെ, അടുത്തത് ഫോൺപേയുടെ MD ആരാണ്? സമീർ നിഗമാണ് ഫോൺപേയുടെ MD. ഓക്കെ, അതുപോലെ തന്നെ AIIBയുടെ പ്രസിഡൻ്റ് ആരാണ്? ജിൻ ക്വിങ് ആണ് AIIBയുടെ പ്രസിഡൻറ്റ്. ഓക്കെ, അതുപോലെ തന്നെ ആക്സിസ് ബാങ്കിൻ്റെ പ്രസിഡൻ്റ് ആരാണ്? അമിത് ചോദ്രിയാണ് ആക്സിസ് ബാങ്കിൻ്റെ പ്രസിഡൻറ്റ്. ഓക്കെ, അല്ലെങ്കിൽ MD. ഓക്കെ, ആക്സിസ് ബാങ്കിൻ്റെ ഹെഡ് ക്വാർട്ടേഴ്സ് എവിടെയാണ്? മുംബൈയിലാണ് ഹെഡ് ക്വാർട്ടേഴ്സ്. ഓക്കെ, അപ്പോൾ ഇത്രയായിരുന്നു നമ്മുടെ ഇന്നത്തെ കഴിഞ്ഞ മാസത്തെ ഫെബ്രുവരി ബാങ്കിങ്ങിലെ ഇമ്പോർട്ടൻറ്റ് കറണ്ട് അഫയേഴ്സ് ഉണ്ടായിരുന്നത്.
ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഈ വീഡിയോ മാക്സിമം ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. ഓക്കെ, അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോ ആയിട്ട് പെട്ടെന്ന് തന്നെ കാണാം. ദിസ് ഇസ് ആശിഷ് മാത്യു സൈനിങ് ഓഫ്. താങ്ക് യു വെരി മച്ച്.